അന്നത്തെ ഓർമ്മ നമുക്കിപ്പോഴും തീരാ ഓർമ്മയാണല്ലോ. നഷ്ടപ്പെട്ടത് നമ്മുടെ അനിയനും കുടുംബത്തിനും ആണ്. ഓർമ്മ എന്ന് പറഞ്ഞാൽ അതന്നെ ഉണ്ടാവുള്ളൂ ഓർമ്മ. കാരണം ഒരാളോ രണ്ടുപേരോ പോയത്. പിന്നെ ഓർമ്മ തേക്കേ വരുള്ളൂ നമുക്ക്, വർഷങ്ങളിഞ്ഞ് കഴിഞ്ഞാലും. കാരണം ഒരു കുട്ടിയാണ് അതിൽ നിന്ന് മരണപ്പെട്ടെങ്കിലും നമുക്ക് അത്ര ഒരു വിഷമമില്ല. ഇത് 11 പേരാണ് ഈ കുടുംബത്തിൽ നിന്ന് പോയത്. ഇതാ നഷ്ടം തന്നെ എല്ലാവർക്കും. അത് നിങ്ങൾക്ക് നമ്മൾ പറയാൻ നിങ്ങൾക്കറിയാം. മൊത്തം ഈ കേരളത്തിലല്ല, ഇന്ത്യയിലൊട്ടാകെ വിദേശത്തും അറിയപ്പെട്ട ഒരു സംഭവമാണ് ഈ ബോട്ട് അപകടം. കാരണം നമ്മൾ പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ച് എന്ത് ഡൊണേഷന് നമുക്ക് ചെയ്യാനുള്ള അധികാരമില്ല ഇവിടെ. ഈ കേരളത്തിലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ജീവിക്കുന്നത് എല്ലാവരും. എൻ്റെ കയ്യിൽ കാശ് ഇത്തിരി കൂടുതലുണ്ട്, ഞാൻ ജനങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ലല്ലോ. കാരണം അവനക്ക് എന്തോ ഒരു അധികാരം കിട്ടിയ മാതിരിയാണ് ഒരു ബോട്ട് ഇറക്കി. ഈ പരപ്പനങ്ങാടി കെട്ടുങ്ങൽ എന്ന് പറയുന്നത് ഉല്ലാസയാത്രക്ക് പോകാനുള്ള സജ്ജീകരണമൊന്നും അവിടെ ഇല്ല. ഇത് കൊടുത്ത അധികാരികൾ ആരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരല്ലേ ഇത് ശിക്ഷിക്കേണ്ടത് നമ്മൾ അവനെ. കാരണം അവൻ്റെ ഫാമിലിന് ഉല്ലാസിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ബോട്ട് ഇറക്കിയത്. പിന്നീട് കാണുന്നത് ടൂറിസ്റ്റ് ബോട്ടായിട്ടാണ്. ഈ കായൽ എത്രയോ പേര് പറഞ്ഞാണിത് ആ ബോട്ട് അപകടം സംഭവിക്കുന്നുള്ളത്. എന്നിട്ട് ഈ അധികാരികൾ ഇത് മൂടി വെക്കാന്ന് പറഞ്ഞാൽ അവൻ കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയാണല്ലോ ഇത്. കാശ് ഇപ്പോൾ എനിക്കും കുറച്ച് കിട്ടിയാൽ ഞാനും പറയും വേണ്ടാന്ന്. പറയോ? ഇല്ല, അത് ഞാൻ വാങ്ങിച്ച് കീസിലിട്ട് എൻ്റെ തൊഴിൽ ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷെ അതല്ല ഇവിടെ വേണ്ടത്, ന്യായം വേണം. ആ കുടുംബത്തിന് ഒരു നീതി ലഭിക്കണം. കാരണം എനിക്ക് മുഖ്യമന്ത്രിനോട് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഇത് കർശനമായിട്ട് ഇടക്കണം. പിന്നെ താനൂർ മന്ത്രി, കാരണം ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് ഇടപെട്ടിട്ട് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട ഇത്. കാരണം ഇനി 11 പേര് പോയി, 11 പേരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പറ്റോ? അതൊരിക്കലും പറ്റില്ല. പക്ഷെ ആ കുടുംബത്തിന് നീതി കിട്ടണം. അവൻ്റെ ഫാമിലി ഇപ്പോൾ അവൻ കാശുള്ള ടീമാണ്. അവൻ്റെ ഫാമിലി വലിച്ചുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതിലെ പോയെന്നല്ല, ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ ജുഡീഷ്യറിൽ തിരൂറുണ്ട്. അവൻ വന്ന വെറുവൊക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടർമാരെ ഇല്ലാഞ്ഞിട്ടാണ്. കാരണം അവന് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മുങ്കിലാണ് അവനവിടെ വന്നത്. ഒരു കൂളായിട്ട് ഒന്നും ചെയ്യാതെ. കാരണം ഒരു 10-20 എണ്ണത്തിന് ഞാൻ ആരെയും ഒന്നും കൊന്നിട്ടില്ല. എന്താണിത്? ജനാധിപത്യ നാടല്ലല്ലോ നമ്മളത്. ഒരു ബോട്ട് ഇറക്കണമെങ്കിൽ അതിന് എന്തെല്ലാം നിബന്ധന ഉണ്ടെന്നുള്ളത്. ഞാൻ ബോട്ട് ഓടിക്കണുള്ള, എൻ്റെ അടുത്ത് ലൈസൻസ് ഉണ്ട്. എന്ത് ലൈസൻസാണ് അവർക്ക് വേണ്ടത്? എൻ്റെ അടുത്ത് ഇൻ്റർനാഷണൽ ലൈസൻസ് വരെ ഉണ്ട്. ഞാനിന്ന് കടലിൽ പണി എടുക്കുകയാണ്. UAE ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ, ബോട്ട് ഓടിക്കുന്നത്. പിന്നെ പാസ്പോർട്ട് ഇല്ലാതെ ഗൾഫ് പോകാനുള്ള പാസ്പോർട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അതിന്. അത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം ഷിപ്പിൽ പണിയെടുക്കാൻ എന്താണ് വേണ്ടതെന്നുള്ളത്. ഞാൻ പറയാൻ അവർക്കറിയാം. ആ ഒരു ലൈസൻസും കൂടി ഉള്ള ആളാണ് ഞാൻ. ഒരു ബോട്ട് ഓടിക്കണേ എന്തൊക്കെ പേപ്പർ വേണമെന്ന് നല്ലോണം എനിക്കറിയാം. ഞാനൊരു മനുഷ്യത്തൊഴിലാളിയാണ്. ഞാനിപ്പോഴും മീൻ പിടിക്കാനാണ് പോകുന്നത്. എനിക്കത് വെച്ചിട്ട് ഞാൻ ഈ ഹാർബറിൽ കൊടുത്താളാണ്. ഇപ്പോൾ പരപ്പനങ്ങാടി ഹാർബറിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്താളാണ്. അവർ വിളിക്കും ചെയ്തു എൻ്റെ, പക്ഷേ ഞാൻ പോകാത്ത, അവിടുത്തെ ജോലിക്ക് പോകാത്താണ്. കാരണം നമ്മൾ വിചാരിച്ച ബോട്ടും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല ബോട്ട് ഓടിക്കാൻ. എന്നിട്ടും ഈ കണ്ണടക്കാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിന് കണ്ണടക്കാൻ പാടില്ല. ശ്രമിക്കുന്നുള്ളതാണ് നമ്മളൊരു ഊഹം. കാരണം അല്ലെങ്കിൽ അവനൊക്കെ ഇങ്ങനെ വലിച്ചുമ്പോൾ ഈ 4 വ്യക്തികൾ, ഈ ബോട്ടിലെ ജീവനക്കാർ 4 വ്യക്തികളും ഫുള്ള് വെള്ളത്തിലായിരുന്നു അന്ന്. കള്ള് കുടിച്ചിട്ട് അവർ ബോട്ടിൽ കയറി. വേണ്ട, അവർ കവുന്നല്ല, ഈ ബോട്ട് കവുന്നിട്ട് ഇവരെ ഓടി രക്ഷപ്പെടാം. ഇത്ര ആൾക്കാരെ രക്ഷപ്പെടുത്തണ്ട അവർ. എത്ര പേരെ രക്ഷപ്പെടുത്താം? മരണം എത്ര കുറയും? മരണം കൂടാൻ കാരണം ഇവരൊക്കെ തന്നെ കാരണം. ഇവർ 4 പേര് അവിടെ നിന്നിട്ട് ഈ കുട്ടികളെ ചെറിയ കുട്ടികളെ പൊക്കാനുള്ള ഇത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടല്ലോ. പിന്നെന്താ ഉണ്ടാവില്ല? അവർ വെള്ളത്തിലാണ്, അവർ കരയിലേക്ക് പോയി. അവിടെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല അവരെ. കാരണം ഇത് പെരുന്നാൾ കഴിഞ്ഞ ഉല്ലാസത്തിൽ ഇവരും ഉല്ലാസിച്ചു, വെള്ളയടിച്ചിട്ട് ഉല്ലാസിക്കാനല്ല വന്നേ.
അവൻ്റെ പിന്നെ വാക്കുകളുണ്ട്. അവനിക്ക് അവൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി നിർത്തിയാൽ പെണ്ണുങ്ങളെയും കുട്ടികളെ കൊണ്ടുപോയി നിർത്തിയാൽ പോരെ ഇവിടെ ഉല്ലാസിക്കാൻ ഈ ബോട്ടിൽ. പിന്നെ നാട്ടുകാർ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഉല്ലാസിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവനക്ക്. എന്നിട്ട് അവൻ്റെ ദല്ലാളാണ് അവൻ്റെ ജ്യേഷ്ഠന് സലാം എന്ന് പറഞ്ഞത്. സലാമിന് ഇതിന് പങ്കുണ്ട്. ഇത് അന്വേഷിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് അന്വേഷിച്ചാൽ അവനും ഇതിന് പങ്കാണ്, സലാമും പങ്കാണ്. ഇടപെടൽ വരെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല, റിപ്പോർട്ടും വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ ഇനി ഈ റിപ്പോർട്ടുകൾ ചെന്നാൽ ഇനി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. ഒരു വർഷമായിട്ടായി. കാരണം ആ ഒരു റിപ്പോർട്ട് ഞാൻ ഇന്നാൾ കണ്ടു. ഇനി വർഷങ്ങൾ എത്ര 2 വർഷം 3 നമ്മൾ തേക്കടി ബോട്ട് അപകടത്തിലുണ്ടായിട്ട് എത്രയോ വർഷങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ ചിലവർ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. നമുക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ചിലവർ കൊടുക്കുന്നുണ്ട്, അതിങ്ങനെ പിന്നെ പോകുന്നുണ്ട്, നീണ്ടു പോകുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. ആർക്ക് പോയി? നമ്മളെ കുടുംബത്തിന് പോയി, അവനും അവൻ്റെ ഫാമിലിയും പോയി. കാരണം ഇന്ന് ഈ വീട് എങ്ങനെയാണ് കിടക്കുന്നത്? ഇപ്പോൾ ഒരു വീട് വെച്ചിട്ട് അവർ താമസിക്കുന്നതല്ലോ. ഏത് അല്ല എത്ര ഇതുണ്ടായിട്ട് എത്ര കൊടുത്ത് നമ്മളെത്ര കൊടുത്താലും ആ വിഷമം അവൻ്റെ മാറില്ല. നിങ്ങളൊരു 4 കുട്ടികളെ ദത്തെടുത്താലും ഞാൻ 4 കുട്ടികളെ ദത്തെടുത്തിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ വിഷമം മാറോ? അവൻ്റെ കുട്ടികൾ പോയി, അവൻ്റെ 5 കുട്ടികൾ പോയി. കാരണം ഇതിൽ ആരൊക്കെ നിന്നു അവരെയൊക്കെ ശിക്ഷിക്കണം. ഞാൻ ഇപ്പോൾ നമ്മളെ ഒരു തോണി ഒരു പേപ്പറിന് പോയി കഴിഞ്ഞാൽ ഫിഷറീസ്, ഈ പരപ്പനങ്ങാടി ഫിഷറീസ് ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണ് അവർ പറയുന്നുള്ളത് നമുക്കറിയാം, എനിക്കറിയാം. ഒരു 400 രൂപ അടക്കാൻ പോയാൽ അവർ പറയലെന്താ പറയുക, തോണിൻ്റെ അളവ് കൃത്യമായിട്ട് കൊണ്ടുവരണമെന്ന് പറയാം. എന്നിട്ടും കൃത്യമായിട്ട് കൊടുത്താലോ അവർ പറയും മറ്റേ പേപ്പറില്ലെന്ന് പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തികളെ ഇതൊക്കെ ഇവിടെ ഫിഷറീസ് പൊന്നാണി ഉണ്ട്, ചെട്ടിപ്പടി ഉണ്ട്. എന്നിട്ട് ഇവരൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലേ ഈ ബോട്ട് ഇറക്കിയവൻ? എന്നിട്ട് അത് ഇറങ്ങിയിട്ട് അന്വേഷിക്കാൻ വന്നു ഈ ഉദ്യോഗസ്ഥന്മാർ. താന്നൂറുണ്ടല്ലോ ഫിഷറീസ് ഓഫീസ്. ഈ കായലിൽ ആരാ മണ്ണടിപ്പിച്ചത്? അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെല്ലാം. അന്വേഷണം മൊത്തത്തിൽ അന്വേഷിച്ചിട്ട് ഇതിൻ്റെ കുറ്റവാളികൾ ആരാണ് അവർക്ക് പിന്നെ ശിക്ഷ അറിയിച്ച് ശിക്ഷ കാണിച്ചു കൊടുക്കണം. നമുക്ക് അത്രേ പറയാനുള്ളൂ. കുടുംബത്തിന് നീതി കിട്ടണം. അല്ലെ നമുക്ക് വേറെ ഒന്നും ഇവിടെ പറയാനില്ല. ഒരാളെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യം ഇത് നോക്കേണ്ടതാണ് ഉദ്യോഗസ്ഥന്മാർ. കാരണം ഫിഷറീസിൻ്റെ വകുപ്പ് ഒരു പേപ്പർ നമ്മൾ ഇതിന് പിന്നെ ഒരു വർഷത്തിൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇത് പേപ്പറുണ്ട്. ഇത് ഉണ്ടാക്കാൻ പോണെങ്കിൽ ഇതിൻ്റെ വണ്ണം, വീതി, നീളം ഇതൊക്കെ കൊടുക്കണം. ധാര കൊടുത്ത് ലൈസൻസ് എനിക്ക് ഉണ്ടാക്കി കൊടുത്ത് 35 അടി അല്ല 50 അടി വീതിന് പിന്നെ 25,000-30,000 രൂപ വർഷത്തിലെടുക്കണേ. അതുണ്ടോ അവൻ്റെ കയ്യിൽ പേപ്പർ? ലൈസൻസ് എന്താണെന്നുള്ള അവനക്കറിയോ? അവൻ വിദേശത്ത് പോയിട്ട് ഇത്തിരി കാശുണ്ടാക്കിയാണ് ഇവിടെ വന്ന്. കാരണം ഉള്ള മലയാളികളെയും ബംഗാളികളെയും കൊന്നിട്ടാണ് അവൻ കാശുണ്ടാക്കണം. അവിടെ കാശുണ്ടാക്കണം അവൻ. അങ്ങനെ തന്നെ അവൻ്റെ പരിശോധന ആദ്യം നടക്കാൻ പോയപ്പോൾ പുതിയ ബോട്ടായിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. പഴയത് പറഞ്ഞതുപോലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഒരു തോണി ഇറക്കാണ്ടെങ്കിൽ അവനെ ബുദ്ധിമുട്ടാക്കും. പണക്കാരൻ്റെ ഒരു ബോട്ട് ഇറങ്ങാണ്ട് അത് അവർ നോക്കത്തില്ല. പിന്നെ പോക്കറ്റിൽ പൈസ ഇട്ടുകൊണ്ട് പോവും. അനുഭവമുള്ളതാണ്. ഇവിടുത്തെ എല്ലാ ഫിഷറീസ് തൊഴിലാളികൾക്ക് അനുഭവമുണ്ട്. കാരണം പരപ്പനങ്ങാടിൽ നിന്ന് വർഷത്തിൽ വരും. ഇപ്പോൾ മൊബൈലിലാണ് വിടുന്നവർ, വാട്സപ്പിൽ നിങ്ങളെ ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വന്ന് മേടിച്ച് പോകണമെന്ന്. അത് 6 മാസം കഴിഞ്ഞ് നമ്മൾ പൈസ അടിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അത് വരുള്ളൂ. അത് അത്രേ ഉള്ളൂ. അത് നമുക്ക് അത്രേ പറയാനുള്ളൂ. അല്ല പിന്നെ എന്ത് നീതിയാണ്? അല്ല ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ 4 കുട്ടികളോ ഞാൻ 4 കുട്ടികളോ ദത്തെടുത്താണ്ട് കൊണ്ടു കൊടുത്തിട്ട് അവരെ നീതി കിട്ടുമോ? കിട്ടില്ല. ഇതിലെ ശരിക്കുള്ള കുറ്റവാളികളെ കണ്ടുപിടിച്ച് തന്നെ ശിക്ഷിക്കപ്പെടണം. അത് ഉദ്യോഗസ്ഥന്മാരായാലും വേണ്ടില്ല, MLA ആയാലും മന്ത്രി ആയാലും ആരായാലും ഇതിൻ്റെ ഉള്ളിൽ ഇവനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആരൊക്കെ ഉണ്ട് അവരൊക്കെ ഇതിൽ ശിക്ഷിക്കപ്പെടണം. നമുക്ക് ഒരാളെയും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ ദുരുപയോഗമോ ഒന്നുമില്ല.
ഇതിൽ ആരൊക്കെ ഉണ്ട് അവരെ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത്.